എല്ലാവരും അടിച്ച് കയറി വാ. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും ലൈക്ക് അടിക്കൂ, സബ് അടിക്കൂ, പൊളിക്കൂ. നമ്മളെല്ലാവരും കാത്തിരുന്ന പോലെ നമ്മുടെ ബിഗ് ബോസ് സീസൺ 6ന്റെ ഫിനാലെ, ലാസ്റ്റ് ഘട്ടം, ലാസ്റ്റ് ദിവസം. ആ ദിവസത്തിൽ നമ്മളെ കപ്പ് ഉയർത്തിയത് നമ്മുടെ ജിൻഡോ തന്നെയാണ്. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ജിൻഡോ ഫാനാണെന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ഞാൻ അവിടെ ഒരാളുടെ ഫാനല്ല. പക്ഷേ ജിൻഡോ മണ്ടൻ എന്ന് ഇവനൊക്കെ ആ ഹൗസിന്റെ അകത്തുള്ള അവനൊക്കെ വിളിച്ചു. അതുപോലെ ഒരു മണ്ടൻ എന്ന് പറയുന്ന ഒരു അവാർഡ് എടുത്ത് കൊടുത്ത് അന്ന് തുടങ്ങിയതാ ജിൻഡോ സപ്പോർട്ട് ചെയ്യുക. കാരണം എനിക്കത് അങ്ങ് കൊണ്ടു. ഇന്ന് നീയൊക്കെ ആ ഹൗസിന്റെ അകത്തുള്ള മറ്റുള്ള കണ്ടസ്റ്റന്റുകളെല്ലാം എന്ന് പറയല്ലോ, ഏറെക്കുറെ എണ്ണം ഈ പറയുന്ന പോലെ മണ്ടനെന്നും കറുത്ത മത്സ്യ കന്യകനെന്നും ബോഡി ഷെയ്മിങ് ഉൾപ്പെടെ ഓരോന്നും നീയൊക്കെ ചെയ്ത് കൂട്ടിയപ്പോൾ നീയൊക്കെ ആലോചിച്ചില്ലല്ലേ കപ്പ് അങ്ങേർക്ക് കിട്ടുമെന്ന്. ഇപ്പൊ ആര് മണ്ടൻ? ഇപ്പൊ എന്തിരിക്കണ നിറത്തിൽ? നിനക്കൊക്കെ കുറെ വെള്ള തൊലിയും പച്ച തൊലിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. എവിടെ പോയി നിന്റെയൊക്കെ നിറം? എവിടെ പോയി? അപ്പോൾ നിറം, നീയൊക്കെ ഭയങ്കര ബ്യൂട്ടിട്രീഷ്യനാണ്, നീയൊക്കെ ഭയങ്കര കിടിലങ്ങാണ്, നമ്മൾ വിചാരിച്ച എന്തും ചെയ്യാം, എന്തും നമ്മുടെ കയ്യിലാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് അഹങ്കരിച്ച് കൊടികുത്തി നിന്നല്ലോ കുറേ എണ്ണം. മുല്ലപ്പൂ അടക്കം. എവിടെ പോയി നിന്റെയൊക്കെ അഹങ്കാരം? പോയാ? തീർന്നാ? നീയൊക്കെ കുറെ അഹങ്കരിക്കുകയും നികളിക്കുകയും PR വർക്കുകൾ എടുക്കുകയും ബാക്കിയുള്ളവർ സൈബർ അറ്റാക്ക് ചെയ്യും, പല പല കൂത്തു പരിപാടികളും കാണിച്ചല്ലോ. എവിടെ പോയി എല്ലാം? ഇന്ന് അർഹതപ്പെട്ട കൈകളിലാ കപ്പത്തി. ഇതാണ് ദൈവമുണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായ? നീയൊക്കെ എത്രത്തോളം ഒരാളെ വലിച്ചു കീറാൻ ശ്രമിക്കുന്നു, വലിച്ചു കീറി ഒട്ടിക്കുന്നു, അതിൻ്റെയൊക്കെ എക്സ്ട്രീം ലെവൽ സത്യം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. കുറെ എണ്ണം പറഞ്ഞു നീയൊക്കെ മുല്ലേ വിറ്റ് ജീവിക്കുന്നു. നമ്മളെ യൂട്യൂബേഴ്സിന് ഒരിക്കലുമല്ല. ജനങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് അതുപോലെ പറയും. മനസ്സിലായോ? ഒരുപാട് പേര് എൻ്റെ കമന്റ് ബോക്സ് തന്നെ ചെക്ക് ചെയ്ത് നോക്ക്. എൻ്റെ കമന്റ് ബോക്സ് ജനങ്ങൾക്ക് നമുക്ക് പറയാനുള്ള ബ്രോ പറഞ്ഞു, എനിക്ക് പറയാനുള്ള ബ്രോ പറഞ്ഞു എന്നൊക്കെ പറയുന്ന ഒരുപാട് കമന്റുകൾ. അതൊക്കെ കാണുമ്പോൾ സന്തോഷമാണ്. കാരണം നമ്മൾ അതേ അഭിപ്രായമാണ് ജനങ്ങൾക്കും എന്ന്. വളരെ വളരെ ഡിസർവിങ് ആയിട്ടുള്ള കയ്യിൽ തന്നെ ആ കപ്പത്തി. പിന്നെ അഹങ്കാരത്തിന് കൊടിമുടി ചൂടി നിന്ന മുല്ല 3ാം സ്ഥാനത്തിലേക്കും പോയി. 3ാം സ്ഥാനത്തേക്ക്. 2ാം സ്ഥാനത്തിൽ അർജുൻ പോയി. എനിക്ക് അതും ഫെയർ ആണെന്ന് തോന്നുന്നില്ല. കാരണം അവിടെ അഭിഷേക് ആയിരുന്നു വരേണ്ടത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ 2ാം സ്ഥാനത്തിൽ അഭിഷേക് ആയിരുന്നു വരേണ്ടത്. പക്ഷേ അഭിഷേക് വന്നില്ല. പകരം അർജുനാണ് കയറിയത്. 4ാം സ്ഥാനത്തിൽ എങ്ങാണ്ടാണ് അഭിഷേക് പോയി. 5ാം സ്ഥാനം ഋഷി പോവുകയും ചെയ്തു. മുല്ല 3ാം സ്ഥാനത്തിൽ വന്ന് അഹങ്കാരം, നീ എന്തൊക്കെയാണ്, നീ വലിയ കിടിലമാണ് എന്നൊക്കെ നീ സ്വയമേ എഴുതി നടന്നപ്പോൾ കറുത്ത മത്സ്യകന്യ നിനക്ക് ജിൻഡോയെ ഭയങ്കര പുച്ഛമായിരുന്നു. എന്നിട്ട് അവസാനമായപ്പോൾ തോളി കൈയിട്ടുകൊണ്ട് നടന്നു. അതെന്തിനാ? ചിലപ്പോൾ അതിൻ്റെ പേരിൽ ഇനി വോട്ട് കിട്ടട്ടെന്നായിരിക്കും. കിട്ടില്ല. കാരണം ജനങ്ങൾ പൊട്ടന്മാരല്ല. പണ്ടൊക്കെ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിനയിച്ച് കാണിക്കുമ്പോഴോ കുറേ ഇല്ലാത്ത കഥകൾ മെനഞ്ഞ് പറയുമ്പോഴോ ജനങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കും. ഞാൻ ഉൾപ്പെടെ വിശ്വസിക്കും. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. നമ്മൾ ആളുകൾ മണ്ടന്മാരും പൊട്ടന്മാരും അല്ല. നമുക്കറിയാം ഏത് സത്യം, ഏത് ന്യായം. ഒരാൾ പറയുന്നതിൽ കള്ളമുണ്ടോ, അവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ കള്ളമുണ്ടോ, അവരല്ലെങ്കിൽ ആൾക്കാരെ പറ്റിക്കുകയാണോ, ഇതൊക്കെ കാണുമ്പോൾ അറിയാം. മനസ്സിലായോ? എന്തായാലും ജിൻഡോ വേറെ ലെവല്, അർഹതയുള്ള കൈകളിൽ തന്നെ ആ കപ്പെത്തി. ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് എനിക്ക് ജിൻഡോയുടെ അടുത്ത് പറയാനുള്ളൂ. കരിഞ്ഞ മത്സ്യ കന്യകൻ വേറൊരുത്തന്നെ മറ്റേ ബക്കറ്റ് എടുത്തോണ്ട് പോയപ്പോൾ അവന് കറുപ്പ്, ഞാൻ ഒന്നും പറയാനില്ല, കറുപ്പ് എന്ന് വെച്ചിട്ടുള്ള ഒരു പാട്ട് പറഞ്ഞു ഗബ്രിക്ക. എന്താടാ എവിടെ പോയി നീയൊക്കെ? എവിടെ പോയി നീയൊക്കെ? വലിയ വായത്താളം അടിച്ച് ഭയങ്കര കിടിലുമായിട്ടൊക്കെ ഹൗസിൻ്റെ അകത്ത് കയറി നിന്നല്ല. എവിടെ പോയി നീയൊക്കെ? നിൻ്റെയൊക്കെ വോയിസ് എവിടെ? ഇനിയിപ്പം ജിൻഡോയ്ക്ക് എല്ലാവരും കൂടി ഷേക്കൻഡ് കൊടുക്കും ഉള്ളിൽ വിഷങ്ങൾ വെച്ചിട്ട്. അവിടെ ഉള്ള കണ്ടസ്റ്റൻറ്റുള്ള കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഉള്ളിൽ വിഷം വെച്ചിട്ട് ആ രതീശോ അങ്ങേരെ എന്തെങ്കിലും പോയിട്ട് ബാക്കിയെല്ലാം ഉള്ളിൽ വിഷമൊക്കെ വെച്ചിട്ട് തന്നെ അത്യാവശ്യം കൈയൊക്കെ കൊടുക്കുന്നത്. പിന്നെ അഭിഷേക് അവർക്കൊന്നും കാണില്ല. ഈ പറയുന്ന പോലെ ഗബ്രി, മുല്ല, കുറേ പേരുണ്ട് ഇതുപോലത്തെ ടീമിൽപ്പെട്ട. ആ സാധനങ്ങളെല്ലാം ഉള്ളിൽ വിഷം വെച്ചിട്ട് തന്നെയായിരിക്കും ജിൻഡോയ്ക്ക് ഇനി കൈയും കൊടുത്ത് കൺഗ്രാജുലേഷൻ പറയുന്നത്. എന്തായാലും അവസാന ഘട്ടം ദൈവം, നീതി, ന്യായം എന്ന് പറയുന്ന സാധനം എത്രത്തോളം സത്യമാണെന്ന് ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയപ്പോൾ തെളിഞ്ഞു. മനസ്സിലായ? പിന്നെ വോട്ടിങ്ങിൽ ഈ പറയുന്ന പോലെ തിരിമറി നടത്താൻ അവസാന ഘട്ടത്തിൽ പറ്റത്തില്ല. കാരണം ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ, അല്ലെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ ഈ ഒരു ഇതിൽ, ഹോട്ട്സ്റ്റാറിൽ ഈ വോട്ടിംഗ് ആണ് ഏറ്റവും ജെന്യൂൻ ആയിട്ടുള്ളതെന്നാണ് പറയുന്നത്. അത് മുന്നേ ഉള്ള സീസണുകളിലും പറയുന്നത് അത് തന്നെയാണ്. പക്ഷേ അവിടെ ഉള്ള ചില ആളുകൾക്ക് ഇടപെട്ടിട്ട് ഈ പറയുന്നത് പോലെ PR സപ്പോർട്ടുകളൊക്കെ ഒപ്പിക്കാൻ അങ്ങനത്തെ പരിപാടികൾ ചെയ്യാൻ പറ്റും. അല്ലാതെ ജെന്യൂൻ ആയിട്ടുള്ള വോട്ട് ലാസ്റ്റ് അട്ടിമറിക്കാൻ പറ്റത്തില്ല. അതങ്ങനെയാണ് ഈ പറയുന്ന ബിഗ് ബോസ് സീസണിൽ. ഏതൊരു സീസൺ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. എന്തായാലും ജിൻഡോയ്ക്ക് അർഹതപ്പെട്ട കൈകളിൽ എത്തി. ഇനി കുറേ എണ്ണം ഉണ്ടല്ലോ ഭയങ്കര നിലപാടുകളും ഭയങ്കര മണ്ടൻ, നിനക്ക് സംസാരിക്കാറിയത്തില്ല, നീ മണ്ടനാണ് മണ്ടൻ എന്നൊക്കെ പറഞ്ഞ് മണ്ടൻ അവാർഡ് എടുത്തോളൂ. എനിക്ക് അതാണ് ഇവിടെ മോനെ ഇതാണ് പറയണം. ഇത് വേറെ ലെവലാ.
നീയൊക്കെ കാണിച്ചു കൂട്ടി ഓരോ പരിപാടികൾക്ക് തന്നെയാണ് ജിൻഡോയ്ക്ക് ഇപ്പോൾ കപ്പ് കിട്ടിയത്. ഏറ്റവും കൂടുതൽ അർഹതയുള്ള കൈകളിൽ ആ കപ്പെത്തി. നീ ഒന്നും പറയില്ല അല്ലേ? നിറത്തിൻ്റെ വിലനും എനിക്ക് കറുത്ത മത്സ്യകന്യം മണ്ട ഈ സാധനമൊക്കെ അങ്ങനെ തലയിൽ അടിച്ചേൽപ്പിച്ചപ്പോഴേ ഞാൻ എഴുതിയതാണ് തിരി. ഇനി ജിൻഡോയ്ക്ക് എന്നെ സപ്പോർട്ട്, ജിൻഡോ കപ്പ് അടിക്കണം, ഈ സാധനം തന്നെയാണ് എൻ്റെ മൈൻഡിൽ ഓടിയത്. കാരണം ഒരാൾ ഒരു നിറത്തിൻ്റെ പേരിലോ ഫിസിക്കൽ അപ്പിയറൻസിൻ്റെ പേരിലോ സംസാരിക്കുന്ന രീതിയുടെ പേരിലോ ഒരാളെ അടിച്ചമർത്തുമ്പോൾ എനിക്കത് പേഴ്സണലി ഒരിക്കലും അത് കണക്റ്റ് ആവത്തില്ല, യോജിക്കാനും പറ്റത്തില്ല. മനസ്സിലായോ? ബോഡി ഷെയ്മിങ് ഇമാതിരി പരിപാടികൾ ചെയ്യുമ്പോൾ അതെനിക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ജിൻഡോയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതെന്ന് വെച്ചാൽ ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഉണ്ടാക്കി പറഞ്ഞൊന്നുമില്ല. ഉള്ള കാര്യങ്ങൾ വളരെ വെടിപ്പായിട്ട് എൻ്റേതായ രീതിയിൽ പറഞ്ഞു. അത് ജനങ്ങളങ്ങ് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. എനിക്ക് ഒട്ടുമിക്ക കമൻസുകൾ സപ്പോർട്ടാണില്ല. ഈ പറയുന്ന മുല്ലയുടെയും അർജുൻ്റെയൊക്കെ PR പോയിട്ട് ബാക്കി എല്ലാ ടീമുകളും വന്നിട്ട് ജെനുവിൻ ജനങ്ങൾ, അതായത് ഈ മറ്റേ തലയും വാലും ഇല്ലാത്തതല്ല, പ്രൊഫൈലുള്ള ആൾക്കാർ വന്നിട്ട് ജെനുവിനായിട്ടുള്ള കമൻസ് ഇട്ട് സപ്പോർട്ട് തന്നെയാണ് ചെയ്തത്. എല്ലാവരും ജിൻഡോയ്ക്ക് സപ്പോർട്ടാണ്. അതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം. ഇതാണ് നമ്മൾ മലയാളികൾ ഈ പറയുന്ന പോലെ അവിടെ പോയിട്ട് ഈ ബിഗ് ബോസിൻ്റെ അകത്ത് പോയിട്ട് കുറേ ഗെയിം കളിച്ചെന്നോ അല്ലെങ്കിൽ കുറേ ഭയങ്കര വായ്ത്താളം അടിച്ച് സംസാരിച്ചെന്നോ അതിലൊന്നും അല്ല. കറക്റ്റായ സംസാരിക്കേണ്ട സമയങ്ങളിൽ കറക്റ്റായിട്ട് സംസാരിക്കുകയും കളിക്കേണ്ട രീതിയിൽ കളിക്കുകയും ഗുഡ് പേഴ്സണാലിറ്റി, നല്ലൊരു മനുഷ്യത്വം, ഒരു വ്യക്തിത്വം കാഴ്ച വച്ച് കഴിഞ്ഞാൽ മലയാളികൾ ഏറ്റെടുത്തിരിക്കും. അതിലൊരു മാറ്റമില്ല. അതിന് ഏറ്റവും വലിയ ഗുഡ് എക്സാമ്പിൾ തന്നെയാണ് ഈ പറയുന്ന ജിൻഡോ. കഴിഞ്ഞ സീസണിൽ അഖിൽ മാരാർ ജയിച്ചു. അഖിൽ മാരാറിന് ഒരുപാട് നെഗറ്റീവോടാണ് ഈ പറയുന്ന പോലെ അഖിൽ മാരാർ ബിഗ് ബോസ് ഹൗസിലോട്ട് പോയത്. പക്ഷെ അവിടെ പോയിട്ട് മാരാറിനൊപ്പം അവിടെ സംസാരിച്ച് നിന്ന് മാരാറിന് ഒരുപാട് റോങ് സ്റ്റേറ്റ്മെൻറ്റുകളും നിലപാടുകളും വന്നിട്ടുണ്ട് പുറമേ. പക്ഷെ മാരാർ അവിടെ നിന്നതുപോലെയും സംസാരിച്ചതുപോലെയും വ്യക്തമായിട്ട് കാര്യങ്ങൾ അവിടെ ആരും പറഞ്ഞില്ല. അതുകൊണ്ട് മാരാർ ജയിച്ചു. മനസ്സിലായി? അതുപോലെ തന്നെ അതിന് മുന്നത്തെ സീസണിലൊക്കെ പിന്നെ അതിൽ വേറെ കുറച്ച് റീസൺസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, വോട്ടവർ എന്തായാലും വോട്ടിങ് ജെന്യുവനായിട്ട് നടന്നു എന്നുള്ളൊരു കാര്യം ഉറപ്പായി. പിന്നെ മുല്ലപ്പൂവിൻ്റെ ആർമിയൊക്കെ കിടന്ന് നന്നായിട്ട് കരഞ്ഞ് മെഴുകുന്നുണ്ട്, ഒരു രക്ഷയില്ല. ഇതൊക്കെ കാണുമ്പോൾ ചിരിച്ച് എൻ്റെ പല്ലളകുന്ന അവസ്ഥയായി. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ എൻ്റെ പ്രീവിയസ് വീഡിയോ ചെക്ക് ചെയ്താൽ മതി, അതിൽ വെച്ചിട്ടുണ്ട് മുല്ലപ്പൂവിൻ്റെ ആർമികൾ ഇറന്ന് രോധനം. ആ രോധനം കണ്ട് എൻ്റെ കിളി പറഞ്ഞു. വേറെ ഒരു കമൻറ്റ് എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു, മറ്റേ കമൻട്രി രൂപത്തിലൊക്കെ പറയാം. എനിക്ക് ആ സെറ്റപ്പ് അറിയത്തില്ല. എന്തായാലും ആരായാലും കമൻറ്റ് ചെയ്താൽ കമൻറ്റ് കണ്ടായിരുന്നു. കമൻട്രി രൂപത്തിലൊന്നും പെർഫോം ചെയ്യാനുള്ള ഒരു ഇതെനിക്ക് അറിയത്തില്ല അതെങ്ങനെയാണെന്ന്. മറ്റേ ക്രിക്കറ്റിലൊക്കെ കമൻട്രി ഇല്ല, ആ പരിപാടി എനിക്കത് അറിയത്തില്ല, അതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. എന്തായാലും നിങ്ങളെ കമൻസൊക്കെ ഞാൻ കണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുവാണ്. നമ്മൾ പറയുന്ന വാക്കുകളിൽ ആൾക്കാർക്ക് ഒരു കഴമ്പ് തോന്നുന്നുണ്ട്. എന്തായാലും അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കീടാണു പോലെ ഡോക്സിൽ ക്ലീൻ ചെയ്തിട്ട് ബാക്കി വന്ന കീടാണുക്കൾ പോലെ ഏതൊക്കെ കിടന്ന് അവിടെ ചിലക്കുന്നുണ്ട്. അത് നമ്മൾ നെവർ മൈൻഡാണ്. എന്തായാലും അവസാനം ബിഗ് ബോസ് സീസൺ 6 ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ഇനി ബിഗ് ബോസ് സീസൺ 6 2.0 പുറത്ത് ആരംഭിക്കുകയാണ്. എന്തായാലും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റിംഗ്. എന്തായാലും ഇനിയിപ്പോൾ പറന്ന് കാര്യങ്ങളൊക്കെ ചെറുകെട്ടായിട്ട് നടക്കും. അർഹതയുള്ള കരങ്ങളിൽ കപ്പെത്തിയ സന്തോഷത്തിൽ തന്നെ ഞാൻ എന്തായാലും കൊള്ളാം. ഞാൻ ഇത്രയും ഈ സീസൺ മൊത്തം ഇരുന്ന് കണ്ട് എല്ലാ എപ്പിസോഡുകളൊന്നും കണ്ടില്ല, പക്ഷെ കണ്ടു. പുറത്ത് കിടക്കുന്ന സംഭവങ്ങൾ, അകത്ത് കിടക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞു. അവസാനം നമ്മൾ ആഗ്രഹിച്ച പോലെ ജെനുവിനായിട്ടുള്ള ഒരു കരങ്ങളിൽ തന്നെ കപ്പെത്തിയത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങൾ ജനങ്ങൾക്ക് അതേ സന്തോഷം ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമൻറ്റ്. പുതിയ വീഡിയോ ആയിട്ടാണ്. ബൈ.